എല്ലാവർക്കും നമസ്കാരം. UGC നെറ്റ് പരീക്ഷ അതിൽ വിജയിക്കുക, JRF ക്വാളിഫൈഡ് ആവുക, ഇതൊക്കെ എന്നെപ്പോലെയുള്ള പലരുടെയും സ്വപ്നമാണ്. അപ്പോൾ നെറ്റ് പരീക്ഷ ആദ്യമായിട്ട് എഴുതി തുടങ്ങിയപ്പോൾ അതിനെപ്പറ്റി, ആ പരീക്ഷയെപ്പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ സിലബസൊന്നും നോക്കാതെയൊക്കെയാണ് ആദ്യം പരീക്ഷയ്ക്ക് പോയത്. അതിനുശേഷമാണ് അതിൻ്റെ സിലബസ് നോക്കി, ഒരു 2-3 പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സിലബസ് നോക്കി പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഒരു പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ അതിൽ തോറ്റു. പക്ഷേ അങ്ങനെ വരുമ്പോൾ എനിക്കൊരു കുഞ്ഞു വാശിയുണ്ട്. എന്തിനെങ്കിലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ തോറ്റു മടങ്ങാൻ ഒരു വിഷമമുണ്ട്. ഒന്ന് പാസ്സാവണം, അങ്ങനൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായി. അങ്ങനെയാണ് പിന്നെയും നെറ്റ് പരീക്ഷ എഴുതിയത്. അങ്ങനെ 5-ാമത്തെ പ്രാവശ്യം നെറ്റ് ക്വാളിഫൈഡ് ആയി. അതിനുശേഷം പിന്നെയും ഒരു കുഞ്ഞു വാശിയാണ് JRF കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് ഈ ഒരു വീഡിയോസൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അല്ലാതെ ഇതിലൊന്നും വലിയ അറിവ് ഇല്ല. അറിവുകൾ തേടിപ്പിടിക്കാൻ ശ്രമിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷവും നെറ്റ് പരീക്ഷ എഴുതി. പക്ഷേ JRF ക്വാളിഫൈഡ് ആയില്ല. നെറ്റ് ക്വാളിഫൈഡ് ആയി പിന്നെയും. എങ്കിലും JRF കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത്. ഞാൻ പഠിക്കുന്നത് അതുപോലെ ഇവിടെ ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ UGC നെറ്റ് പരീക്ഷയിൽ 2024 ജൂണിൽ മാറ്റിവെക്കപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത ഒരു ചോദ്യമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ചോദ്യം പറയാം. നിഗ്രഹസ്ഥാനഭേദേഷു പരിഗണ്യത്തെ. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിഗ്രഹസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. A. നിരർത്ഥകം, B. അർത്ഥാപത്തി, C. അപ്രതിഭ, D. ഹേത്വാഭാസഃ, E. ഉപലബ്ധി. ഇങ്ങനെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇതിലേതാണ് നിഗ്രഹസ്ഥാനങ്ങളിൽ പെടുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ന്യായവൈശേഷികത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണിത് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരിട്ട് ന്യായസൂത്രം എന്ന ഗ്രന്ഥം തന്നെ എടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ന്യായശാസ്ത്രത്തിലെ പദാർത്ഥങ്ങളെ പറയുന്നു. പ്രമാണ, പ്രമേയ, സംശയ, പ്രയോജന, ദൃഷ്ടാന്ത, സിദ്ധാന്ത, അവയവ, തർക്ക, നിർണയ, വാദ, ജൽപ, വിതണ്ഡ, ഹേത്വാഭാസ, ഛല, ജാതി, നിഗ്രഹസ്ഥാനാനാം തത്വജ്ഞാനാൻ നിശ്രയസാധിഗമഃ എന്ന് പറയുന്നു. അതായത് ഈ പറഞ്ഞ 16 പദാർത്ഥങ്ങളുടെ തത്വജ്ഞാനം കൊണ്ട് നിശ്രേയസം പ്രാപ്തമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നിഗ്രഹസ്ഥാനം ഇതാണ് 16ാമത്തെ പദാർത്ഥമായിട്ട് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് നിഗ്രഹസ്ഥാനം എന്നിവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. വിപ്രതിപത്തിരപ്രതിപത്തിശ്ച നിഗ്രഹസ്ഥാനം എന്ന് നിഗ്രഹസ്ഥാനത്തെ ഇവിടെ പറയുന്നു. നമുക്കിവിടെ കിട്ടേണ്ടത് എന്താണ്? നിഗ്രഹസ്ഥാനങ്ങളുടെ ഭേദങ്ങൾ ഏതൊക്കെയാണെന്നതാണ് അറിയേണ്ടത്. അതിന് നമുക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഇത് 5-ാമത്തെ അധ്യായമാണ്. ന്യായസൂത്രത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ
രണ്ടാമത്തെ ആഹ്നികം. അതിൽ പറയുന്നു, പ്രതിജ്ഞാഹാനി പ്രതിജ്ഞാന്തരം പ്രതിജ്ഞാവിരോധഃ പ്രതിജ്ഞാസന്യാസോ ഹേത്വന്തരമർത്ഥാന്തരം നിരർത്ഥകമവിജ്ഞാതാർത്ഥമപാർത്ഥകമപ്രാപ്തകാലം ന്യൂനമധികം പുനരുക്തമനനുഭാഷണമജ്ഞാനമപ്രതിഭാ വിക്ഷേപോ മതാനുജ്ഞാ പര്യനുയോജ്യോപേക്ഷണം നിരനുയോജ്യാനുയോഗോപസിദ്ധാന്തോ ഹേത്വാഭാസാശ്ച നിഗ്രഹസ്ഥാനാനി എന്ന് 22 ഭേദങ്ങളാണ് പറയുന്നത് നിഗ്രഹസ്ഥാനങ്ങളുടെ. നിഗ്രഹസ്ഥാനം 22 ഭേദത്തോടു കൂടിയതാണ്. ഏതൊക്കെയാണ്? പ്രതിജ്ഞാഹാനി, പ്രതിജ്ഞാന്തരം, പ്രതിജ്ഞാവിരോധഃ, പ്രതിജ്ഞാസന്യാസഃ, ഹേത്വന്തരം, അർത്ഥാന്തരം, നിരർത്ഥകം, അവിജ്ഞാതാർത്ഥം, അപാർത്ഥകം, അപ്രാപ്തകാലം, ന്യൂനം, അധികം, പുനരുക്തം, അനനുഭാഷണം, അജ്ഞാനം, അപ്രതിഭ, വിക്ഷേപഃ, മതാനുജ്ഞാ, പര്യനുയോജ്യോപേക്ഷണം, നിരനുയോജ്യാനുയോഗഃ, അപസിദ്ധാന്തഃ, ഹേത്വാഭാസഃ. ഇങ്ങനെ 22 നിഗ്രഹസ്ഥാനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ ഇതാണ്: നിരർത്ഥകം, അർത്ഥാപത്തി, അപ്രതിഭ, ഹേത്വാഭാസഃ, ഉപലബ്ധി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ഓപ്ഷനുകളിൽ നിരർത്ഥകം, അപ്രതിഭ, ഹേത്വാഭാസഃ ഇവയാണ് നിഗ്രഹസ്ഥാന ഭേദങ്ങളിൽ പെടുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഈ ഒരു സൂത്രം പ്രതിജ്ഞാഹാനി പ്രതിജ്ഞാന്തരം പ്രതിജ്ഞാവിരോധഃ എന്ന് പറയുന്ന ഈ ഒരു സൂത്രം പഠിച്ചിരുന്നാൽ എഴുതാനായിട്ട് സാധിക്കും. നമസ്കാരം.